പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ISLൽ നിലവിൽ വളരെ ദയനീയമായ അവസ്ഥയിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 8 മത്സരങ്ങൾ കളിച്ച ബ്ലാസ്റ്റേഴ്സിന് 8 മത്സരങ്ങളിൽ നിന്ന് നേടിയെടുക്കാനായിട്ട് സാധിച്ചത് വെറും 8 പോയിന്റ് മാത്രമാണ്. ഇത് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്. വേറൊരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ 8 മത്സരങ്ങൾ കളിച്ചപ്പോൾ അതിൽ പകുതി മത്സരവും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു. അതായത് 8 മത്സരങ്ങൾ കളിച്ചപ്പോൾ 4ലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു എന്നത് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചത് വെറും 2 മത്സരങ്ങളിൽ മാത്രമാണ്. അത് ഈസ്റ്റ് ബംഗാളിനെതിരെയും അതുപോലെ തന്നെ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെതിരെയും മാത്രമായിരുന്നു. കൂടാതെ 2 മത്സരങ്ങൾ സമനിലയിലാവുകയും ചെയ്തു. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ശക്തമായി തന്നെ തിരികെ വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ കൂടുതൽ താരങ്ങളെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ ടീമിലേക്ക് എത്തിക്കണം എന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒട്ടുമിക്ക ആരാധകരും ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ അതിന് മറുപടിയുമായി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ CEO. എന്തായാലും അദ്ദേഹത്തിനുള്ള ചോദ്യം ഇങ്ങനെയായിരുന്നു. മനോരമ ഓൺലൈനിൽ നൽകിയ ഒരു അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ചോദ്യം ഇങ്ങനെയാണ്: പുതിയ താരങ്ങളെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ എത്തിക്കുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. എന്നാൽ അദ്ദേഹം അതിന് മറുപടിയായി പറഞ്ഞത് ഇങ്ങനെയാണ്: ആവശ്യമെങ്കിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതിയ താരങ്ങളെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ എത്തിക്കും എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം തുറന്നു പറയുന്നത്. പിന്നീട് അദ്ദേഹം വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇപ്പോൾ 8 മത്സരങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, ബ്ലാസ്റ്റേഴ്സ് ശക്തമായി തന്നെ തിരികെ വരും എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. എന്നാലും ആവശ്യമെങ്കിൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ കൂടുതൽ താരങ്ങളെ എത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സ് തയ്യാറാകും, അങ്ങനെ കൊണ്ടുവരും എന്നുള്ളൊരു ഉറപ്പ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇപ്പോൾ നൽകുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ CEO. അതുകൊണ്ട് തന്നെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ കൂടുതൽ താരങ്ങളെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയും അതുപോലെ തന്നെ മുന്നേറ്റത്തിനെയും ഇപ്പോൾ അത്രയും കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഡിഫൻസും അതുപോലെ തന്നെ ഗോൾ കീപ്പിങ്ങുമാണ് ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ പാളിപ്പോകുന്നത്. അതൊന്ന് സെറ്റാക്കിയാൽ ISLലെ മികച്ചൊരു ടീമായി മാറാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയുമെന്നുള്ള കാര്യം ഉറപ്പാണ്.